അൽജോ. ഞാൻ വരുന്നത് മലയാറ്റൂരിൽ നിന്നാണ്. ഞാൻ 2020 +2 പാസ് ഔട്ടായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് പാല ബ്രില്യൻറ്റ് ചേർന്നായിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻട്രൻസ് പാടായിട്ട് തോന്നി. അപ്പോഴായിരുന്നു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റ് കയറിയായിരുന്നു. അപ്പോൾ അച്ഛനായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു IELTS അതായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ ഈ കോവിഡ് ആയതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അടച്ചു കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ എൻട്രൻസിന് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ IELTS ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ IELTSൻ്റെ കോച്ചിങ് കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഫെബ്രുവരി ഇപ്പോൾ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് 6.5 ആയിരുന്നു കിട്ടിയായിരുന്നത്. പക്ഷേ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ നേഴ്സിംഗ് എടുക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ 7 വേണം. അപ്പോൾ ഈ IELTS എനിക്ക് ടഫായിട്ട് തോന്നിയപ്പോൾ PT എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടണില്ല. ആദ്യത്തെ പ്രാവശ്യം ജൂണിൽ പരീക്ഷ എഴുതിയപ്പോഴും സ്പീക്കിംഗ് കിട്ടണില്ല. അത് കഴിഞ്ഞ് ആഗസ്റ്റിൽ പരീക്ഷ എഴുതുമ്പോൾ സ്പീക്കിംഗ് കിട്ടണില്ല. അപ്പോൾ ഞാനിവിടെ വന്നായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തതാണ്. അമ്മയുടെ ഒപ്പം നീ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പോണ സമയത്ത് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛനെ കണ്ടായിരുന്നു, ആൾക്കാരെ വെച്ചിട്ടല്ല, അവിടെ താഴെ വെച്ച അച്ഛനെ കണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, നീ അച്ഛനെ ഇവിടെ വെച്ചാൽ നമ്മൾ കണ്ടാലും നമുക്ക് വിശ്വാസം മതി. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ഈ ആഗസ്റ്റ് 3-ാം തീയതിയാണ് അമ്മ പുതുക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെനിക്ക് ആഗസ്റ്റ് 29-ാം തീയതി ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാം തെളിഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കാൻ പറ്റിയില്ല ആ തിരക്കിൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഡേറ്റ് വേണം, അല്ലാതെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ എക്സാം പോകണമെന്ന്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ 29-ന് എടുക്കാമെന്ന് ചോദിച്ചു. ആ സ്വപ്നം കണ്ടതിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 29-ാം തീയതി ഡേറ്റ് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു 25-ാം തീയതി ഒക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ഡേറ്റ് ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് നാളെയും ഡേറ്റ് എടുക്കാമല്ലോ എന്ന് ചോദിച്ചു. നാളെ നോക്കിയപ്പോൾ 29 എന്നുള്ള ഡേറ്റ് പോയി. എന്നിട്ട് ഞാൻ ഒക്ടോബർ 1-ാം തീയതി പോയി ഡേറ്റ് എടുത്തു. ഒക്ടോബർ 1-ാം തീയതി പരീക്ഷ എഴുതി. പഴയനേക്കാളൊക്കെ സ്കോർ ശരിക്കും കയറി. 3 7 കിട്ടി. സ്പീക്കിംഗ് വീണ്ടും 6.5 തന്നെയായി. അപ്പോൾ വീണ്ടും പിന്നെ അച്ഛനെ കാണാൻ വന്നില്ല. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഡേറ്റ് മാറ്റി വീണ്ടും ബാംഗ്ലൂർ പോയി ഒക്ടോബർ 13-ാം തീയതി എടുത്തു. അവിടെ എഴുതിയപ്പോഴും ബാക്കി എല്ലാത്തിനും വീണ്ടും എഴുതിനേക്കാളും കയറുന്നുണ്ട്, സ്പീക്കിംഗ് മാത്രം കയറുന്നില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ പിറ്റേ ദിവസം അപ്പനും അമ്മയും വന്ന് അച്ഛനെ കണ്ടു, മെസ്സേജ് എടുത്തു. അപ്പോൾ അച്ഛൻ എനിക്ക് തന്നത് ഒക്ടോബർ 27, നവംബർ 2, നവംബർ 7, നവംബർ 9-ാം തീയതി എന്നുള്ള ഡേറ്റുകളാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ തന്നെ എന്തായാലും പരീക്ഷ എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒക്ടോബർ 27 മാത്രമേ ബാംഗ്ലൂരിൽ പിന്നെ ഡേറ്റ് ഉള്ളൂ. ബാക്കി 2ഉം 7 എന്ന് പറഞ്ഞ ഞായറാഴ്ച, 9ഉം 2ഉം ചൊവ്വാഴ്ചകൾ കൊച്ചിയിൽ തന്നെയുള്ളൂ. അപ്പോൾ 27-ാം തീയതി പിന്നെ തൊട്ടടുത്തായി. അപ്പോൾ 27 തന്നെ എന്തായാലും എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും വിജയകുമാർ സാറിൻ്റെ ടോക്കൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അച്ഛനതിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ അടുത്ത് എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തെ നമ്മൾ ഉയർത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാണ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ പരീക്ഷ ഹാളിൽ പോണേക്കാൾ മുമ്പും പരീക്ഷ ഹാളിൻ്റെ മേളിലേക്ക് കൈ ഉയർത്തിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി എക്സാം എഴുതി. എന്ന് വെച്ചാൽ ഒരു ലാബ് പോലെയാണ്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്താണ് നമ്മൾ സംസാരിക്കണം. അപ്പോൾ അന്ന് സാധാരണ 2 പേരൊക്കെ എക്സാമിനുണ്ടാവുള്ളൂ. അന്ന് 6 പേരും എക്സാമിനുണ്ടായി. അപ്പോൾ നിറച്ചിങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഒച്ചയിൽ. അപ്പോൾ നമ്മൾ സംസാരിക്കണാലും വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് വീണ്ടും കുറച്ച് ടഫായി. ഇപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങണേക്കാളും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, റീഡിങ് ഞാൻ എന്തായാലും അമ്മയുടെ കയ്യിലേക്ക് തരാണ്. റീഡിങ് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല തലേ ദിവസമൊന്നും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് റീഡിങ്ങിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായിട്ട് തന്നെ ഉയർത്തണമെന്ന്. ഞാൻ ചെയ്യണ ഓരോ ക്വസ്റ്റ്യനും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ചാടുമ്പോഴും അത് ഞാൻ വീട്ടിൽ ചെയ്തത്. വീണ്ടും അടുത്തതിലേക്ക് ക്ലിക്ക് ചെയ്താലും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തെ ഉയർത്തണമേ എന്ന് പറഞ്ഞ് ഒരേ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ആൻസറുകളൊക്കെ എനിക്കറിയാം. അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനത്തെ റിസൾട്ട് അന്ന് 11:32 വന്നെ രാത്രി. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ റീഡിങ്ങിന് എനിക്ക് 9 കിട്ടിയ 9 കിട്ടിയ, സ്പീക്കിങ്ങിന് 7, ബാക്കി 2 7.5. അപ്പോൾ ഇത്രയും എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതേപോലെ തന്നെ ഞാൻ +2 പഠിക്കുമ്പോഴും +1 ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് +2ൻ്റെ റിസൾട്ട് വന്നേക്കാൾ മുമ്പ് ഞാൻ
മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ പഠിക്കണം എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ 97% എനിക്ക് മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിനെ മാതാവിൻ്റെ ഫോട്ടോൻ്റെ ബാക്കിൽ വെച്ചു. ഈ 97 എനിക്ക് കിട്ടണമെങ്കിൽ +1 മാർക്ക് പോയതൊഴിച്ച് +2 എനിക്ക് ഫുള്ള് കിട്ടണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തുകൊണ്ട് മാതാവിന് എന്തായാലും ഒന്നും അസാധ്യമല്ലല്ലോ, ഫുള്ള് കിട്ടണമെന്ന് പറഞ്ഞാൽ മാതാവിന് ചെറിയ കാര്യമായാലും എന്തായാലും ഈശോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയില്ല. എന്നിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് +2 എല്ലാത്തിനും ഫുള്ളായിരുന്നു. എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ 97% തന്നെയായിരുന്നു. അതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവുന്നുണ്ട്. ഇതേപോലെ ഞാനിപ്പോൾ മാതാവിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരായിരിക്കും, അവിടെ ഞാൻ മുട്ടുകുത്തിയിട്ട് കൈ വിരിച്ച് ജപമാല അർപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നെങ്ങനെ സഹായിക്കുന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് മലയാറ്റൂരിൽ നിന്ന് വന്നിരിക്കുന്ന അൽജോ വർഗീസ് പങ്കുവെച്ചത്. അൽജോ, PT എക്സാം എത്ര പ്രാവശ്യമാണ് പരാജയപ്പെട്ടത്? 5ാമത്തെ പ്രാവശ്യമാണ് ജയിച്ചത്. 4 പ്രാവശ്യം PT എഴുതി, 1 പ്രാവശ്യം IELTS എഴുതി. ഡേറ്റ് അപ്പോൾ ആര് വന്നെടുത്തു അച്ഛനെ കണ്ട്? ഞാൻ വന്നേര്. അമ്മയാ? ഈ അവസാനത്തെ ഡേറ്റ് അമ്മയും അപ്പനും വന്നിട്ടില്ല. അമ്മയും വന്നിട്ടുണ്ട്. എവിടെ? അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. കയറി വരിക. അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഡേറ്റ് എടുത്തപ്പോൾ അച്ഛനെന്താ പറഞ്ഞത്? അച്ഛനെന്താ പറഞ്ഞത്? ഞാനിവിടെ വന്ന് ഇവന് എക്സാമിന് തോറ്റു എന്ന് പറഞ്ഞ് 13-ാം തീയതി ഇത് കഴിഞ്ഞപ്പോൾ ഒത്തിരി വേദനയോടെ ഞങ്ങളുടെ കുടുംബം ഒന്ന് എഴുതുമ്പോൾ എല്ലാത്തിനും നല്ല സ്കോർ കാണിക്കും, സ്പീക്കിങ്ങിന് അവന് സ്കോർ പോവും. അവസാനം ഞാൻ ഇവന് 13-ാം തീയതി തോറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നാളെ നമുക്കൊന്ന് കൃപാസനം വരെ പോകണം, അച്ഛനെ കാണാൻ പറ്റി കാണണം, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നമ്മുടെ വേദന ഒന്ന് പങ്കുവയ്ക്കണം, അതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ അലോഷി ബ്രദറിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു അച്ഛനെ കാണാൻ ചീട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ചീട്ട് എടുത്തു. എനിക്ക് കിട്ടിയത് 1ാമത്തെ നമ്പറാണ്. ഞാനും ചേട്ടനും ഇവിടെ ഫ്രണ്ടിൽ 1ാമത് വന്നു നിന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞു, എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള തടസ്സങ്ങൾ അച്ഛാ എനിക്ക് എന്താണെന്ന് അറിയണില്ല, സ്പീക്കിങ്ങിനാണ് അവനിങ്ങനെ പോണേന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും ഞാൻ നിന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു, മെസ്സേജ് എടുത്തു. മാതാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവൻ എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് എനിക്ക് വേണം, അച്ഛൻ പറയണ ഒരു ഡേറ്റിൽ എനിക്ക് തരണമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് 27-ാം തീയതി ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ 27-ാം തീയതിയാണ് അച്ഛൻ ഡേറ്റ് തന്നേണേ, ആ ഡേറ്റിൽ നീ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടുത്ത് 27-ാം തീയതി എക്സാം എഴുതി. അവൻ നല്ലൊരു സ്കോറോടുകൂടി ഞാൻ ആദ്യം തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ കൃപാസന അൽത്താരയിൽ വലിയൊരു സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തിനെ ഇവിടെ ഉയർത്തണമെങ്കിൽ അമ്മ ഒരിക്കലും വലിയൊരു അനുഗ്രഹം തരണം, അതിന് ഞങ്ങൾ വൈകാതെ തന്നെ അമ്മയുടെ നടയിൽ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ നേർന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ ആദ്യമായി ഞങ്ങളെ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ കാണണമെന്നില്ല, നിങ്ങൾ അൽത്താരയിൽ മാതാവിനെ നോക്കിയിട്ട് ഞങ്ങൾ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് മാത്രം നിങ്ങൾ ഉള്ളിൽ ആഘാതമായി വിശ്വസിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ആ പ്രത്യാശ കൈവിടാതെ ഞങ്ങൾ ഇവൻ്റെ എക്സാമിൻ്റെ ദിവസം 12:30 നേരത്ത് 4 മെഴുതിരി കത്തിച്ച് ഞങ്ങൾ 33 പ്രാവശ്യം പ്രത്യക്ഷകരണ പ്രാർത്ഥനയും 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ഞങ്ങൾ മുത്തുമ്പോൾ നിന്ന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഇളയ മകനും ഉണ്ടായിരുന്നു. ഞങ്ങളത് കത്തിച്ച് പ്രാർത്ഥന നിരതമായി അവൻ്റെ എക്സാം കഴിയണവരെ അത് ചൊല്ലിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജെറീക്കോ പ്രാർത്ഥനയിൽ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി എൻ്റെ വീടിൻ്റെ ചുറ്റും 7 പ്രാവശ്യം ചൊല്ലുന്ന ആ കൊന്ത ഞാൻ അന്ന് നേർന്ന ദിവസമായിരുന്നു. ഭയങ്കര ഇടിവെട്ടും മഴയായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ ഇളയ മകനും കൂടി മാതാവിൻ്റെ രൂപം സിരിസ്വരൂപം ഇത് നേർന്നുകൊണ്ട് തിരിയും കത്തിച്ച് ഞങ്ങളത് ആ പ്രത്യക്ഷ പ്രാർത്ഥന, ആ ജെറീക്കോ പ്രാർത്ഥന ഞങ്ങൾ പൂർത്തീകരിക്കാനും മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. കരങ്ങളിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ സാക്ഷ്യം കേൾക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കണം, എങ്ങനെയാണ് ദൈവകൃപ അൽജോയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന്. PT എക്സാം പരാജയപ്പെട്ടപ്പോൾ 4 തവണ പരാജയപ്പെട്ടപ്പോൾ അമ്മ വന്ന് അച്ഛനൊക്കെ ഡേറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. ഡേറ്റ് എടുക്കുകയും ചെയ്യുക മാത്രമല്ല, ഇതിനിടയിൽ അൽജോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടുവെന്നുള്ളതാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അൽജോയ്ക്ക് വലിയ സന്തോഷമായി. സ്വപ്നത്തിൽ അച്ഛൻ എന്ത് പറയുന്നതായിട്ട് അൽജോക്ക് ഫീൽ ചെയ്തേ?
സ്വപ്നത്തിൽ അച്ഛൻ എൻ്റെ വീട്ടിലുണ്ട്. എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് എല്ലാം തെളിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ആ തെളിഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാം തെളിഞ്ഞില്ലേ എന്ന്, അതായത് എല്ലാം ക്ലിയർ ആയില്ലേ എന്നുള്ളത്. അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നതിന് കാരണമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് പരിശുദ്ധമായ 2004 ഡിസംബർ 7 കൃപാസന മൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ പ്രത്യക്ഷപ്പെടൽ തന്നെ ലോകജനതയുടെ വിശ്വാസ സമൂഹത്തിന് വലിയ അനുഭവം അമ്മ നൽകുകയാണ്. ഇതുപോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും ജീവിത വിഷമതകളും ജീവിതം അസ്തമിച്ചു നിൽക്കുമ്പോൾ അവർക്ക് പരിശുദ്ധമ്മ സമയബന്ധിതമായിട്ടാണ് ഇടപെടുന്നത്. ഇനി 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി, 33 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം അതിലൂടെ ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാവ് കൊടുത്തു. ഇനി അതുകൂടാതെ ആഗോള ജെറീക്കോ പ്രാർത്ഥന ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് ഒക്ടോബർ മാസത്തിൽ അവസാനത്തെ ആഴ്ചയിൽ കൃപാസനം ആഗോള ജെറീക്കോ പ്രാർത്ഥന നടത്തിയിരുന്നു. ഓരോ ദിവസവും 5 രാജ്യങ്ങളെയും രാജ്യത്തിൻ്റെ വിവിധമായ ആവശ്യങ്ങളെയും അവിടെ ജനത അനുഭവിക്കുന്ന വിഷമതകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികൾ വിദേശത്തുണ്ടെങ്കിൽ അവരോട് പറയാൻ നിങ്ങൾക്ക് കഴിയും. വലിയ അനുഭവമാണ്. ഇപ്പോൾ ഇടിവെട്ടും മഴയുണ്ടായിട്ട് പോലും തിരികത്തിച്ച് പിടിച്ച് അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ചെയ്തെന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ മുദ്രയാണ്. അത് ദൈവത്തോടുള്ള വിശ്വസ്തയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് സമയബന്ധിതമായിട്ട് തന്നെ പരിശുദ്ധമ്മ അൽജോയുടെ ജീവിതത്തിൽ ഇടപെടുകയും വിജയം കൊടുക്കുകയും ജോലി കൊടുക്കുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തത്. ഇതാണ് ഉടമ്പടിയുടെ പ്രത്യേകം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ കൂടെ വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. പുറപ്പാടിൻ്റെ പുസ്തകം 19 പറയും, അങ്ങനെ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായി തീരും. അപ്പം അങ്ങനെ വലിയൊരു ദൈവാനുഭവമാണ് ഉടമ്പടി ചെയ്യുന്നതിലൂടെ ദൈവം കൊടുക്കുന്നത്. ഈ സാക്ഷ്യത്തോട് ചേർത്ത് ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളിവിടെ ഈ 5 പ്രാവശ്യം ഇവന് പരീക്ഷ എഴുതി തോറ്റ് കഴിഞ്ഞപ്പോൾ 6ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതിൽ വലിയ അർത്ഥവും കാര്യങ്ങളൊന്നും ഇല്ല. മാതാവിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയത് ഇനി ഞാൻ തിരിച്ച് ഈ കൃപാസനത്തിൽ വരില്ല എന്നും പറഞ്ഞുകൊണ്ടാണ്. അന്ന് രാത്രി 27-ാം തീയതി രാത്രി എനിക്ക് ആഴ്ചയിൽ 2 ദിവസം രാത്രി കപ്പ വലിച്ച് ബാംഗ്ലൂർക്ക് കയറ്റി വിടുന്ന ഒരു പണിക്ക് പോകുന്ന ആളാണ് ഞാൻ രാത്രി കപ്പ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാത്രി ഒരു 12 മണിയായപ്പോഴാണ് എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ, പപ്പ എനിക്ക് നല്ല സ്കോർ മാർക്ക് കിട്ടിയത്. നമ്മൾ ആര് മുട്ടിപ്പായിട്ട് വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ? അത് നമുക്ക് വാരിക്കോരിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരായാലും 1 പ്രാവശ്യം ഇവിടെ വന്നു നമുക്ക് കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം മുട്ടിപ്പായിട്ട് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് വാരിക്കോരിത്തരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. വലിയ ദൈവാനുഭവമാണ്. ഇവിടെ വന്നപ്പോൾ വർഗീസ് പറഞ്ഞത്, ചായ പറഞ്ഞിട്ട് പോയത് ഇനി കൃപാസനത്തിൽ കാലുകുത്തുന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? പരിശുദ്ധ മുഖത്തിട്ടാരയിലാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ, അമ്മ ചോദിക്കുന്നതെല്ലാം തരുമെന്ന്. ലൂക്കാ 7 നിങ്ങൾ ചോദിക്കുമെന്ന് ദൈവം നിങ്ങൾക്ക് നൽകും. അതിന് സാക്ഷിയാണ് വർഗീസ് ചായ. കരങ്ങളടിച്ച് കർത്താവിനെന്ന് പറയാം. ഒരു കാര്യത്തോടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ 1 പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ 10-24,000 രൂപ എനിക്ക് ചിലവ് വരും. ഒരു കൂലിപ്പണിക്കാരന് 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈമിൽ ഒരു പൈസ അടയ്ക്കാനായിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയതും അവനെ പഠിപ്പിച്ചതും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാത്രി പണിക്ക് പോയിട്ടാണ് അവനെ പരീക്ഷ ഫീസ് അടയ്ക്കുന്നത്. അത് 1, 2, 3, 4, 5 പ്രാവശ്യം തോറ്റ് കഴിയുമ്പോൾ നമ്മൾ ആരായാലും എങ്ങനെ ചിന്തിക്കും? അത്ര തന്നെ ഞാനും ചിന്തിച്ചത്. അതുകൊണ്ടാണ് മാതാവിൻ്റെ മുന്നിൽ എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിപ്പോയത്. അതുപോലെ തന്നെ മാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ വിഷമം കണ്ടിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ മോനിൽ കൂടി എനിക്കൊരു അടയാളം തന്നെ മാതാവേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നുമല്ല, എൻ്റെ മോന് സന്തോഷമുള്ളൊരു വാർത്തയാണ് എനിക്ക് കിട്ടേണ്ടത്. 5ാമത്തെ പ്രാവശ്യം 5 പ്രാവശ്യം PT എഴുതി, 1 പ്രാവശ്യം ILTC എഴുതി. എന്നിട്ടും അവൻ പരാജയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ മോനിൽ കൂടി എനിക്കൊരു അടയാളം തന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ അടയാളമാണ് ഈ നല്ല സ്കോറോടുകൂടി അവൻ പാസ്സായത്. കരങ്ങളടിച്ച് ദൈവത്തിന് പറയാം.